ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കുന്നതിൽ ഒരു കർഷകൻ വളരെയേറെ ഉത്സാഹിയായിരുന്നു. തൻ്റെ കൃഷിയിടത്തിൽ എല്ലാ ഭാഗത്തും ദൈവം സ്നേഹമാകുന്നു എന്ന് എഴുതിയ ബോർഡുകൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. തൻ്റെ ധാന്യപ്പുരയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന കാറ്റാടി യന്ത്രത്തിലും ഇതേ വാക്കുകൾ അദ്ദേഹം എഴുതിയിരുന്നു. ഇതേക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ കർഷകൻ്റെ മറുപടി പ്രകാരമായിരുന്നു: ഏത് ദിശയിൽ നിന്ന് കാറ്റടിച്ചാലും ദൈവം സ്നേഹമാകുന്നു എന്ന് ഈ വാക്യം എന്നെയും മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ എതിരാണെങ്കിലും മുന്നോട്ടുള്ള വഴി ദുർഘടമാണെങ്കിലും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നു. തൻ്റെ സ്നേഹം നമുക്ക് നേരെ വീശുന്നു. തെക്കൻ കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കുളിർമയും അനുഗ്രഹങ്ങളും തരുമ്പോഴും ദൈവം സ്നേഹമാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് പരീക്ഷണങ്ങളുമായി എത്തുമ്പോഴും ദൈവം സ്നേഹമാകുന്നു. പടിഞ്ഞാറൻ കാറ്റ് ശക്തിയോടെ നിങ്ങളുടെ മേൽ വീശിയടിച്ചാലും ദൈവം സ്നേഹമാകുന്നു. കിഴക്കൻ കാറ്റ് നിങ്ങൾക്കുള്ളതെല്ലാം കവർന്നെടുത്താലും ദൈവം സ്നേഹമാകുന്നു. ഇന്നത്തെ കുറിവാക്യം നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായ ഒരു വാക്യമാണ്. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം എന്ന വിശേഷണത്തോടു കൂടിയ ഈ വാക്യം ഹൃദയസ്ഥമാക്കാത്ത ഒരു വിശ്വാസി പോലും വിശ്വാസ സമൂഹത്തിലുണ്ടായിരിക്കില്ല. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. തീർച്ചയായും ഇത് വേദപുസ്തകത്തിൻ്റെ ഹൃദയമാണ്. പാപത്താൽ നശിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവരോട് ദൈവത്തിന് കരുണയും മനസ്സലിവും തോന്നി. ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നത് അവരുടെ നന്മ കൊണ്ടല്ല, അവർ സ്നേഹം അർഹിക്കുന്നത് കൊണ്ടുമല്ല. സ്നേഹിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ അവൻ്റെ മുൻപാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൻ്റെ സ്നേഹം വെറും വാക്കുകളിലല്ല, പ്രവൃത്തിയിലൂടെയാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ ഒരിക്കലായി എന്നേക്കുമായി നൽകിയതിലൂടെ ദൈവം അത് തെളിയിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ഒരു ജാതിക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടിയായിരുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. പ്രവൃത്തിയിലൂടെ ദൈവം നമ്മോട് സ്നേഹം പ്രകടിപ്പിച്ചെങ്കിൽ നാമും അപ്രകാരം തന്നെ പ്രവൃത്തിയിലൂടെ സ്നേഹം ദൈവത്തോട് പ്രകടിപ്പിക്കണം. നാമമാത്ര ക്രിസ്ത്യാനികൾ ആയിരുന്നതുകൊണ്ടോ പുറമേയുള്ള ഭക്തിപ്രകടനങ്ങൾ കാണിച്ചതുകൊണ്ടോ ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും ദൈവത്തോടുള്ള സ്നേഹം പ്രവൃത്തിഭാവത്തിൽ എത്തുകയില്ല. ഗിവിങ് ആൻഡ് സാക്രിഫൈസ്, നൽകൽ, ത്യാഗം, ഈ മനോഭാവത്തോടെ നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചെങ്കിലേ ദൈവത്തോടുള്ള സ്നേഹം പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഒരു നിലവാരത്തിലേക്ക് നാം എത്തുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനി എന്ന പേര് കൊണ്ട് നമുക്ക് യാതൊരു അർത്ഥവുമില്ല. ഹൃദയത്തിലുള്ള സകല അശുദ്ധിയും നീക്കി ദൈവസന്നിധിയിൽ നാം ത്യാഗത്തോടും സമർപ്പണത്തോടും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നിർവ്യാജമായ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള അസൂയ, പിണക്കം, ദ്രവ്യാഗ്രഹം, ജഡമോഹം, മുൻകോപം, കള്ളത്തരം, ഇങ്ങനെ ഹൃദയത്തിന് ചേർച്ചയല്ലാത്തവയെല്ലാം പൂർണ്ണമായി നാം ഇല്ലാതാക്കണം. അപ്രകാരമുള്ളൊരു ഹൃദയത്തിൽ മാത്രമേ ദൈവസ്നേഹം പ്രാർത്ഥിക്കാം. സ്വന്തം പുത്രനെ പാപികൾക്കായി വിട്ടു നൽകിയ ദൈവമേ, അവിടുത്തെ അളവറ്റ സ്നേഹത്തിനായി സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും വചനത്തിലൂടെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായി നന്ദി. മനസ്സിലെ എല്ലാ അശുദ്ധിയും അകറ്റി ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ ആവശ്യമായ കൃപ നൽകണമേ. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.